السلام عليكم ورحمة الله وبركاته. الحمد لله الذي أنزل قرآنا عربيا غير ذي عوج لعلهم يتقون بلسان عربي مبين لعلكم تعقلون. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقاء جديد من لقاءات دروس اللغة العربية لغير الناطقين بها. وما زلنا ندرس دورة الثانية. فأين وقفنا؟ എവിടെത്തി? പേജ് നമ്പർ 18 പേജ് നമ്പർ 18 കംപ്ലീറ്റ് തീർന്നു. അക്ബർ മിൻക ഹുവ അം അസ്ഗറു? ഹുവ അസ്ഗറു മിന്നി എന്ന് പറയും. ഹുവ അസ്ഗറു മിന്നി. അപ്പോ എന്തായിരുന്നു? അസ്ഗറിന്റെ കൂടെ മിൻ വന്നാൽ എന്തായി? കമ്പാരിറ്റീവ് ഡിഗ്രി. താരതമ്യം ചെയ്യലായി. അപ്പൊ അവൻ എന്നേക്കാൾ പ്രായം കുറഞ്ഞവനാണ്, അല്ലെങ്കിൽ ചെറിയ ആളാണ്, എന്നേക്കാൾ ഇളയ ആളാണ്. നമ്മളടുത്ത് പറഞ്ഞു. അലി في أي مهجع أنت يا أخي؟ مهجع ما معنى مهجع؟ مهجع ഹോസ്റ്റൽ. ബെഡ്റൂം അല്ല, ഹോസ്റ്റൽ നമ്മൾ താമസിക്കുന്ന സ്ഥലമുണ്ടല്ലോ, കുട്ടികൾ ഒരുമിച്ച് താമസിക്കുന്ന ആ അർത്ഥത്തിലാണ് മഹ്ജ. എന്റെ യാഹി, ഏത് ഹോസ്റ്റലിലാണ് നീ ഉള്ളത്? അഹമ്മദ് അന ഫിൽ മഹ്ജ അൽ ഖാമിസ്, ഐ ആം ഇൻ ദ ഫിഫ്ത്ത് ഹോസ്റ്റൽ. അഞ്ചാമത്തെ ഇതിലാണ്. അപ്പോ അൽ ഖാമിസ്, അൽ അവൽ നമ്മൾ മുമ്പ് പാഠം പഠിച്ചപ്പോൾ പറഞ്ഞായിരുന്നു. അൽ അവൽ, അസാനി, അസാലിസ്, അറാബി, അൽ ഖാമിസ്, ഇങ്ങനെ എണ്ണി പഠിക്കാൻ പറഞ്ഞു. അൽ ആഷിർ വരെ പഠിച്ചാൽ മതി, ബാക്കിയെല്ലാം നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വന്നു കേട്ടാ. അൽ ഖാമിസു ആണ്. പക്ഷേ അൽ മഹ്ജ, അപ്പൊ ഈ ഓർഡിനൽ കൗണ്ടിങ് എന്നാണ് നമ്മൾ പറയുക. അൽ അവൽ, അസാനി, നമ്മൾ സാധാരണ കൗണ്ട് ചെയ്യുന്ന നിയമമല്ല ഇതിനുള്ളത്. മറിച്ച് എന്താണ്, ഇത് ഓർഡിനൽ ക്രമപ്രകാരമുള്ള കൗണ്ടിങ്. അപ്പൊ ഈ ക്രമപ്രകാരമുള്ള കൗണ്ടിങ് എങ്ങനെ വരിക? അത് ഒന്നിന്റെ വിശേഷണമായിട്ടായിരിക്കും വരിക. അർ റജുലുൽ അവൽ എന്ന് പറഞ്ഞാൽ അർ റജുലിന്റെ വിശേഷണമാണ് അൽ അവൽ, ഒന്നാമത്തെ പുരുഷൻ. അൽ വലദ് സാനി എന്ന് പറഞ്ഞപ്പോ എന്താണ്? അൽ വലദിന്റെ വിശേഷണമാണ് സാനി. അപ്പൊ ഇവിടെ എന്താ? അൽ മഹ്ജ ഹോസ്റ്റൽ, അതിന്റെ വിശേഷണമാണ് അൽ ഖാമിസ്. അപ്പൊ ഫീ വന്നുകൊണ്ട് മഹ്ജഇ എന്ന് വന്നു. അതുകൊണ്ട് അൽ മഹ്ജഇന്റെ വിശേഷണമായതുകൊണ്ട് അൽ ഖാമിസി എന്ന്. അനഫിൽ മഹ്ജ അൽ ഖാമിസി. വഹുവ ബഈദുൻ, ദാറ്റ് ഈസ് വെരി ഫാർ. ബഈദുൻ ജിദ്ദൻ വരുമ്പോഴാണ് വെരി വരുന്നത്. ബഈദുൻ ഫാർ, ജിദ്ദൻ വളരെയധികം. അനിൽ ജാമിഅത്തി, ഫ്രം ദ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വളരെ ദൂരത്താണ്. അപ്പൊ ജിദ്ദൻ ഉപയോഗിക്കാൻ പഠിച്ചു. ഖരീബുൻ ജിദ്ദൻ എന്ന് പറഞ്ഞാൽ വളരെ അടുത്ത്. ബഈദുൻ ജിദ്ദൻ വളരെ ദൂരത്ത്. ജിദ്ദൻ നമുക്ക് പലതിനോടും ചേർക്കാം, പല വിശേഷണങ്ങളോടൊപ്പവും ജിദ്ദൻ ചേർക്കാം. ജിദ്ദൻ വളരെയധികം. അനിൽ ജാമിഅത്തി, യൂണിവേഴ്സിറ്റിയിൽ നിന്നും. യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചല്ല കേട്ടോ. ബഈദുൻ വരുമ്പോഴത്തേക്ക് എവിടെ നിന്ന് ദൂരത്താണ്, അപ്പൊ അതിന്റെ കൂടെ അൻ ചേർത്താ പറയുക, ബഈദുൻ അൻ. അതേപോലെ ഖരീബ് വരുമ്പോൾ ഖരീബുൻ അൻ എന്നല്ലേ പറയാം, ഖരീബുൻ മിൻ ആണ്. അപ്പൊ ഇങ്ങനെയുള്ള പദങ്ങളൊക്കെ നമ്മൾ ഒരു സെന്റൻസ് പഠിക്കുമ്പോൾ ആ സെന്റൻസിൽ നമ്മൾ ആവർത്തിച്ച് വരുമ്പോൾ നോക്കുക. ഓരോ സ്ഥലത്തും വരുമ്പോഴത്തേക്ക് പല പ്രാവശ്യം ആവർത്തി വരുമല്ലോ. പല പ്രാവശ്യം ആവർത്തി വരുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് അതോടൊപ്പം വരേണ്ട സംഭവം. അതിനെന്ത് പറയും? മൗസൂലയുടെ സില എന്നൊക്കെ പറയും. അതിനോടൊപ്പം ചേർന്ന് വരേണ്ട പ്രിപ്പോസിഷൻ നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഗെറ്റ് ഇൻ, ഗെറ്റ് ഔട്ട് എന്നൊക്കെ പറയുമ്പോൾ അപ്പൊ അതിന്റെ കൂടെ ചേർന്ന് വരുന്ന പ്രപ്പോസിഷൻ. ആലി അനഫിൽ മഹ്ജ ഇസാമിൻ. അപ്പോ അൽ മഹ്ജ അസാമിൻ,
المهجع الثامني من the 8th hostel وهو أبعد من مهجعكم. അപ്പൊ അബേദിന്റെ കൂടെ മിന്നുണ്ട്. അപ്പോ മഹജാരിക്കും നിങ്ങളുടെ ഹോസ്റ്റലിനേക്കാൾ അതെന്താണ്? വളരെ ദൂരത്താണ്. വളരെ ദൂരത്താണ്. ഒരാളൊരു കമന്റ് ഇട്ടപ്പോഴത്തേക്ക് ഞാൻ ടെക്സ്റ്റ് മെസ്സേജ് ചെയ്യുമ്പോൾ ടെക്സ്റ്റ് മെസ്സേജ് നോക്കിയത്. അപ്പോ അതിനേക്കാൾ വളരെ മിൻ മഹജാരിക്കും, അവിടെ വളരെ ഇല്ല, നിങ്ങളുടെ ഹോസ്റ്റലിനേക്കാൾ ദൂരത്താണ്. നിങ്ങളുടെ ഹോസ്റ്റലിനേക്കാൾ ദൂരത്താണ്. അപ്പൊ റഷീദ് സാറ് ക്ലാസ് വന്നപ്പോഴത്തേക്ക് ലേറ്റ് ആയിരുന്നു. ഞാൻ ലേറ്റ് ആയാലും സോറി പറഞ്ഞു. അത് ഞാൻ അല്പം ലേറ്റ് ആയി പോയി. ഞാൻ വേറൊരു ക്യാമറ കണക്ട് ചെയ്യാൻ പറ്റുമോ നോക്കിയത്. അതാണ് ഈ ബാക്ക്ഗ്രൗണ്ട് സെറ്റപ്പ് ഒക്കെ തന്നെ മാറിയത്. വഹുവ ബഈദുൻ ജിദ്ദൻ അനിൽ വഹുവ അബ്അദു മിൻ മഹ്ജാരിക്കും, നിങ്ങളുടെ ഹോസ്റ്റലിനേക്കാൾ അത് ദൂരത്താണ്. അപ്പൊ അബ്അദു മിൻ അപ്പൊ ബഈദിന്റെ സൂപ്പർലേറ്റീവ് ആണ് അബ്അദ്. അപ്പൊ ഇത് നമ്മൾ എന്ത് ചെയ്യണം? ഓരോ വാക്കും അതിന്റെ സൂപ്പർലേറ്റീവും എഴുതി വെച്ച് പഠിക്കണം. ബഈദുൻ അബ്അദു, കരീമുൻ അക്റമു, ഹസനുൻ അഹ്സനു, ഇങ്ങനെ എഴുതി വെച്ച് പഠിക്കണം. എന്ത് ചെയ്യണം? നമ്മുടെ നോട്ട്ബുക്ക് ഉണ്ടല്ലോ, പെർമനന്റ് നോട്ട്ബുക്ക്. ആ പെർമനന്റ് നോട്ട്ബുക്ക് ഒരു പേജ് അല്ലെങ്കിൽ 1-2 പേജ് ഫേസ് ടു ഫേസ് ആയിട്ടുള്ള പേജ് എന്ത് ചെയ്യുക, അതിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുക. എന്നിട്ട് അതിൽ എഴുതി വയ്ക്കാം. വലത്തുനിന്നിടത്തോട്ടാണ് നമ്മൾ നോട്ട്ബുക്ക് എഴുതേണ്ടത്. അറബി എഴുതുമ്പോൾ വലത്തുനിന്നിടത്തോട്ട് എഴുതി ചെയ്യും. റൈറ്റ് സൈഡിൽ നമ്മൾ ഹെഡിങ് കൊടുക്കുക, ഇതാണ് സൂപ്പർലേറ്റീവ്. പിന്നെ അത് താഴെ നോട്ട് കൊടുക്കുക. സൂപ്പർലേറ്റീവിന്റെ കൂടെ മിൻ വന്നാൽ കമ്പാരിറ്റീവായി സംഭവം തീർന്നു. പിന്നെ സൂപ്പർലേറ്റീവിന്റെ എല്ലാ ഫോം, നമ്മൾ പഠിച്ച കുറെ വാക്കുകളും പഠിച്ച വാക്കുകളും ഖുർആനിലുള്ള വാക്കുകളും നമുക്ക് എടുത്തെഴുതി, ഖുർആനിൽ നമ്മൾ വായിക്കുമ്പോൾ കിട്ടുന്ന വാക്കുകളും എടുത്തെഴുതിയിട്ട് പ്രാക്ടീസ് ചെയ്യാം. വഹുവ അബ്അദു മിൻ മഹ്ജഇക്കും. അഹ്മദ് അയ്യുഹുമ അഹ്സനു, അയ്യുഹുമ അഹ്സനു, അവ രണ്ടിൽ ഏതാണ് ഏറ്റവും നല്ലത്? അപ്പൊ അഹ്സനു എന്താണ്? അഹ്സനു ചെയ്യണം, മിൻ വന്നില്ല. അപ്പോൾ ഏറ്റവും നല്ലത് സൂപ്പർലേറ്റീവ് ആയി. അലി المهجع الخامس, المهجع الخامس أحسن. fifth hostel is the best, is the best. الخامس أحسن, المهجع الخامس. അപ്പൊ അവിടെ കസറും ലമ്മും ലമ്മ് മാറേണ്ട കാരണങ്ങളൊന്നും വന്നില്ല. അപ്പൊ നമുക്ക് എന്തായി? അൽ മഹ്ജഉ, ബി വന്നില്ല, ബി വന്നില്ല, അതേപോലെ വേറെ ഒരു കാരണങ്ങളൊന്നും വന്നില്ല, കസറ് വരേണ്ട. അപ്പൊ നമുക്ക് എന്തായി? ലമ്മ് തന്നെ. അൽ മഹ്ജഉൽ ഖാമിസ്. അഹ്സനു is the best. فإن غرفته غرفه, ഗുർഫത്തിന്റെ ബഹുവചനമാണ് ഗുറഫ്. ഗുറഫുൻ, ഖുർആനിലുണ്ടല്ലോ ഗുറഫുൻ. ഗുറഫുൻ ഖുർആനിലുണ്ട് അല്ലേ? ഗുറഫുൻ ഫിൽ ഖുർആൻ. ഖുറഫുൻ വായിച്ചിട്ടുണ്ട് ആരെങ്കിലും? ഖുറഫുൻ, ഖുറഫുൻ മബനിയത്തിന് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ലേറ്റായൊരു പിന്നെയും കമന്റ് ഒന്നും ഇടണ്ട കേട്ടോ. ലേറ്റായാലും ലേറ്റായി, നമ്മൾക്ക് സമയം കൂടെ കളയണ്ട. ഞാനും കുറച്ച് ലേറ്റായി. ഓക്കെ, അപ്പൊ എന്താണ്? ഗുർഫത്തിന്റെ ബഹുവചനമാണ് ഗുറഫ്. ഗുർഫത്തുൻ മുറി, ഗുറഫുൻ മുറികൾ. ഫഇന്ന ഗുറഫഹു, അതിലെ ഗുർഫത്തുകൾ അല്ലെങ്കിൽ മുറികൾ. ഔസഉ, ഔസഉ. അപ്പൊ ഔസ എന്തിന്റെ സൂപ്പർലേറ്റീവ് ആയിരിക്കും? വാസിഉൻ, 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 വാസിഉൻ ഔസഉ, വാസിഉൻ ഔസഉ. ബഈദുൻ അബ്അദു, ഖരീബുൻ അഖറബു, ഹസനുൻ അഹ്സനു. ഇങ്ങനെ എഴുതി വെച്ച് പഠിക്കുക. വനവാഫിദഹു, നവാഫിദിന്റെ ഏകവചനം എന്താ? നാഫിദത്തുൻ. നാഫിദത്തുൻ ജംഉഹു നവാഫിദു. നവാഫിദു എന്താണ്? ഒരു നമ്മളെ നാമമാണ്. വനവാഫിദഹു, അതിലെ വിൻഡോസ്.
വളരെ വെറും വലുതാണ് വളരെ വലുതാണ്. വലുതാണ് ഖുറഫഹു ഖുറഫഹു ഫഇന്ന ഖുറഫഹു ഔസഉ. അതിലെ അപ്പൊ എന്താണ് ഇവിടെ രണ്ട് ഹോസ്റ്റൽ തമ്മിൽ കമ്പയർ ചെയ്യാണ്. അപ്പോ അതാണ് അഞ്ചാമത്തേതാണ് അഹ്സന്. കാരണം ഫഇന്ന ഖുറഫഹു ഔസഉ, അതാണ് അതിന്റെ മുറികൾ ഏറ്റവും വലുതാണ്. വനവാഫിദഹു അക്ബറു, അതിന്റെ വിൻഡോസ് ഏറ്റവും വലുതാണ്. ജനലുകൾ വിൻഡോസ് ജനലുകൾ. മറാഹീബഹു, മറാഹീബ് എന്താണ്? ടോയ്ലറ്റ് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് മിർഹാദുൻ. മിർഹാദ് ടോയ്ലറ്റ്. അപ്പൊ ബാത്റൂം എന്ന് പറയും? ബാത്റൂം എന്ന് പറയും? നിങ്ങളെ ബാത്റൂമിലൊക്കെ എഴുതി നോക്കിയേ, നിങ്ങളെ ബാത്റൂമിൽ എഴുതി നോക്കിയേ. അവിടെ ഹമ്മാമാണ്, ഇവിടെ ഹമ്മാമാണ്, അവിടെ മിർഹാദാണ്. ഹമ്മാമും മിർഹാദും ഒരുമിച്ചുണ്ടെങ്കിൽ അൽ ഹമ്മാമു വൽ മിർഹാദ് എന്ന് എഴുതി വയ്ക്കുക. അപ്പൊ നമ്മൾ പഠിക്കും. ഗൾഫിലൊക്കെ പോയിട്ട് വന്നവരെ എല്ലാത്തിനും ഹമ്മാമെന്ന് പറയാം. വെൻ ഹമ്മാമെന്ന് ചോദിക്കും. അപ്പോ ഹമ്മാം എന്ന് പറഞ്ഞാൽ കുളിപ്പുരയാണ്. ഹമ്മാം ഇസ്തഹമ്മ എന്ന് പറഞ്ഞാൽ കുളിച്ചു വന്നാണ്. മിർഹാദാണ് ടോയ്ലറ്റ്. ഓക്കെ, മിർഹാദിന്റെ ബഹുവചനമാണ് മറാഹി. എത്ര നമ്മളുണ്ടാവും അവസാനം? മറാഹീലു. കാരണം അത് മസാക്കീന്റെ കൂട്ടുകാരിയാണ്. മസാക്കീനു, മറാഹീലു. അതുകൊണ്ട് പാവപ്പെട്ടതായതുകൊണ്ട് പാവപ്പെട്ടവരുടെ കൂട്ടുകാരിയാണ്. അതുകൊണ്ട് അതിന് ഒരു തമ്മേ ഉള്ളൂ. മറാഹീലഹു. അൻലഫു, വെരി ക്ലീൻ. നദീഫിന്റെ സൂപ്പർലേറ്റീവ് ആണ് അൻലഫു. നദീഫ് പഠിച്ചില്ല നമ്മള്? അൽമിന്ദീലു നദീഫുൻ, വൃത്തിയുള്ളത്. അൻലഫു, ക്ലീൻ. മോസ്റ്റ് ക്ലീൻ, മോസ്റ്റ് ക്ലീൻ. അതെ, മോസ്റ്റ് ക്ലീൻ. അത് വളരെ ക്ലീൻ ആണ്, ഏറ്റവും വൃത്തിയുള്ളതാണ്. വസ്സുറുറു, കട്ടിലുകൾ. സുറു എവിടെ പഠിച്ചിട്ടുണ്ട്? സുറു എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ നിങ്ങള്? എവിടെ പഠിച്ചു? ഖുർആനിൽ വായിച്ചോ? ഖുർആനിലുണ്ട്. ഖുർആനില് പിന്നെ അപ്പൊ ഇത് നമുക്ക് മറന്നുപോകാൻ പാടില്ല. കാരണം നമ്മുടെ വീട്ടിലെ കുടുംബ വീട്ടിലെ കാര്യം പറഞ്ഞത്. കുടുംബ വീട് എവിടെയാ? നമ്മളെ തറവാട് എവിടെയാ? വല്യപ്പാന്റെ വീട് എവിടെയാ? സ്വർഗം. അപ്പൊ അവിടെയുള്ള സംഗതി മറന്നു പോകാൻ പാടില്ല. ഈ ഹസുറും മർഫുഅത്ത്. വസ്സുറുറ എല്ലാം ഇന്നയ്ക്ക് ശേഷം വന്നുകൊണ്ടാണ്. ഇന്ന ഉറഫഹു ഔസഉ വനവാഫിദഹു അക്ബറു മറാഹീലഹു അൻലഫു വസ്സുറുറ അല്ലതി ഫീഹി അജ്മലു. വസ്സുറുറ അല്ലതി ഫീഹി, the codes in that, which are in that എന്നാണ്. ഇംഗ്ലീഷ് പറയുമ്പോൾ വിച്ച് വേണ്ട, ഇവിടെ ഒരു അല്ലത്തി വേണം. വസ്സുറുറ അല്ലതി ഫീഹി, അതിലെ കട്ടിലുകൾ. ഫീഹി അജ്മലു, ജമീലിന്റെ സൂപ്പർലേറ്റീവ് ആണ് അജ്മലു. അപ്പൊ ഒരു മോന് ജമീൽ എന്നും ഒരു മോന് അജ്മൽ എന്നും പേരിടാൻ പറ്റുമോ? ഒരു മോനെ നമ്മൾ പഠിച്ചു സുന്ദരനാണെന്ന്, മറ്റേ മോനെ നമ്മൾ പഠിച്ചു വളരെയധികം സുന്ദരനാണെന്ന്. ചിന്തിക്കേണ്ട സംഭവങ്ങളാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ. അതിവിടെ കാരണം പറയുകയാണ്. അൽ മഹജാൽ ഖാമിസു അഹ്സനു, അത് അഞ്ചാമത്തെ ഹോസ്റ്റൽ എന്താണ്? ഫിഫ്ത്ത് ഹോസ്റ്റൽ ഈസ് ദ ബെസ്റ്റ് വൺ. എന്തുകൊണ്ടെന്നാൽ അത് അപ്പോൾ എന്ന് പറഞ്ഞാൽ പറയാം. അപ്പൊ എന്താ ഒരു കാരണം പറയുകയാണ്. അതിന്റെ
ഡീറ്റെയിൽസ് പറയാണ്. ഈ ഫായൊക്കെ നമ്മൾ മൂന്നാം പാർട്ടിൽ പഠിക്കും, ഫാ വരുന്ന എവിടെയൊക്കെയാണ്. അപ്പൊ അതുവരെ നമ്മളിങ്ങനെ എന്ത് ചെയ്യുക, ഇടയ്ക്ക് ഫാ ഒന്നും വന്നാൽ കുഴപ്പമില്ല എന്ന് വിചാരിച്ചിരുന്നാൽ മതി. ഫാ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഫാ വന്നാലും കുഴപ്പമില്ല. അതൊക്കെ ഭാഷയുടെ വിശദീകരണത്തിൽപ്പെട്ട സംഗതികളാണ്. പക്ഷെ നമ്മൾ ഖുർആൻ പഠിക്കാൻ വേണ്ടി അറബി ഭാഷ പഠിക്കുന്നുണ്ട്, എവിടെയൊക്കെ ഫാ വരുന്നു നമുക്ക് അറിയണം. അപ്പൊ അത് മൂന്നാം ഭാഗത്തിൽ കുറെ അധികം വ്യാകരണം വരുന്നു. മൂന്നാം ഭാഗം എന്ന് പറഞ്ഞാൽ 2 പാർട്ടുള്ളതായിരുന്നു മുമ്പ് 3ഉം 4ഉം ഭാഗമായിരുന്നത്. ഇപ്പോൾ പാർട്ട് 3 മാത്രമായിട്ടാണ് ഉള്ളത്. പക്ഷെ എങ്കിലും നമുക്കത് രണ്ടാം ഭാഗം 1 വർഷം എടുക്കുകയാണെങ്കിൽ മൂന്നാം ഭാഗം 2 വർഷം എടുക്കേണ്ടി വരും. ഇരട്ടി സമയം വേണ്ടി വരും. കാരണം അതിൽ ഗ്രാമർ കുറെ അധികം ഡീറ്റെയിൽ ആയിട്ട് പോകുന്നതുകൊണ്ട് കുറെ അധികം സമയം വേണ്ടി വരും. അപ്പൊ അതുകൊണ്ടാണ് അവിടെ ഫാ വന്നത്. ഓക്കെ, നമുക്ക് എക്സസൈസ് തുടങ്ങിയായിരുന്നോ? അല്ല, ഗ്രൂപ്പിൽ എക്സസൈസ് വരുന്നുണ്ട് കേട്ടോ. ഇല്ലേ, ആരും എഴുതിയില്ലേ? രണ്ടിന്റെ കഴിഞ്ഞു. രണ്ടിന്റെ പാഠം രണ്ടിന്റെ കഴിഞ്ഞു. രണ്ടാം പാഠത്തിന്റെ കഴിഞ്ഞിട്ട് എല്ലാരും എഴുതിയോ? ഞാൻ എഴുതി. പിന്നെ ഞാൻ എഴുതാൻ എന്താ? എഴുതിയാലും പ്രയോജനപ്പെടും, എഴുതിയില്ലെങ്കിൽ പ്രയോജനപ്പെടില്ല. ഇല്ലെങ്കിൽ നിങ്ങൾ റിവിഷൻ വേണമെന്ന് പറഞ്ഞോണ്ടിരിക്കും. കം താലിബൻ അലാമത്ത് സഹീ, ഇതൊന്നും ഞാൻ വായിക്കുന്നു. അതൊക്കെ നിങ്ങൾ വായിച്ചിട്ട് കണ്ടെത്തേണ്ടതാണ്. അതൊക്കെ പാഠത്തിലുള്ള ഉത്തരങ്ങളാണ്. പിന്നീട് മാർക്ക് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്, അത് മുകളിലുള്ള ഇതിന്റെ രണ്ടാമത്തെ നിങ്ങൾ വായിച്ചിട്ട് കണ്ടെത്തുക. നമ്പർ 3, എക്രയിൽ അംസലത്തിലാത്തിയ ലിസ്മി തഫ്ദീൽ. ഇസ്മു തഫ്ദീലിന്റെ, അതായത് ഇസ്മു തഫ്ദീൽ എന്നാണ് എന്തിനു പറയുന്നത്? സൂപ്പർലേറ്റീവ് ഫോമിന് പറയുന്നത് ഇസ്മു തഫ്ദീൽ. തഫ്ദീൽ അറിയാമല്ലോ, ശ്രേഷ്ഠമാക്കൽ. ഫദ്ദല ശ്രേഷ്ഠമാക്കി, തഫ്ദീൽ ശ്രേഷ്ഠമാക്കൽ. ശ്രേഷ്ഠമാക്കുന്ന നാമം എന്നാണ് ഇസ്മു തഫ്ദീൽ എന്നാണ് അതിന് പറയുന്നത്. അക്ബറു, ഔസഉ, അബഅദു, ആ രൂപം എന്താ പേര് പറയുന്നത്? ഇസ്മു തഫ്ദീൽ എന്നാണ് പറയുന്നത്, ശ്രേഷ്ഠമാക്കുന്ന നാമം. പിന്നീട് അതിന്റെ കൂടെ മിൻ വന്നാൽ അതെന്തായി? താരതമ്യം ചെയ്യലും ആയി. ഓക്കെ, എന്ത് ചെയ്യണം? അത് വായിച്ച് പല പ്രാവശ്യം വായിച്ച് പ്രാക്ടീസ് ചെയ്യാം. ഹാഷിമുൻ തവീലും ഹാമിദുൻ അത്വലും അമിനത്ത് സുഗൈറത്തുൻ സൈനബു അസ്ഗറു മിൻഹ, അത് അക്ബറു. അപ്പൊ ഇവിടെ എന്താണ്? ഇവിടെ രണ്ടിലും മിന്നുണ്ട്. ഹാമിദിൻ അക്ബർ മിൻഹു, ഹാമിദ് അവരെക്കാൾ പൊക്കമുള്ളയാളാണ്. തവീലിന് രണ്ടർത്ഥം ഉണ്ടാവും, ഹൈറ്റും ലെങ്ത്തും പറയും. ഹൈറ്റ് പറയാനും ലെങ്ത് പറയാനും തവീൽ ഉപയോഗിക്കും. അപ്പോ മനുഷ്യന്മാരെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് അതെന്താണ്? ഹൈറ്റ് ആണ് ഉദ്ദേശിച്ചത്. ഹാഷിമിൻ തവീലും, ഹാഷിം പൊക്കമുള്ള ആളാണ്. ഹാമിദിൻ അത്വൽ മിൻഹു, ഹാമിദ് അയാളെക്കാൾ പൊക്കമുള്ള ആളാണ്. ഹാമിദത്ത് സഗീറത്തുൻ, ഇവിടെ എന്താ പറഞ്ഞത്? ഹാഷിമുൻ തവീലുൻ. അപ്പൊ എന്തായി? വിശേഷണം പറഞ്ഞപ്പോഴേ ഹാഷിമുൻ തവീലുൻ, അപ്പോ മസ്കിൻ ആയതുകൊണ്ട് തവീലുൻ എന്ന് മസ്കിൻ പറഞ്ഞു. ആമിനത്ത് പറഞ്ഞപ്പോ ആമിനത്ത് സഗീറത്തിൻ നിന്ന്, ആമിനത്ത് സേവിങ് ആയതുകൊണ്ട് സഗീറത്ത് എന്ന് സേവിങ് പറഞ്ഞു. ജൈനബു അസ്ഗറു, ജൈനബ് അസ്ഗർ എന്നായി. അപ്പം ഹാമിദ് അത്വൽ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇതിനെ എന്ത് പറഞ്ഞില്ല? ഇവിടെ എന്താണ്? പുല്ലിംഗമാണ്. ഹാമിദിൻ അത്വലു എന്ന് പറഞ്ഞപ്പോൾ പുല്ലിംഗമാണ്. ഹാഷിമിൻ തവീലുൻ, അത് പുല്ലിംഗമാണ്. ഹാമിദിൻ അത്വലു, അതും പുല്ലിംഗമാണ്. അപ്പൊ തവീലിനെയും തവീലും അത്വലും ഇവിടെ ഉപയോഗിച്ചു പുല്ലിംഗത്തിന്. ഹാമിദത്ത് വന്നപ്പോ സഗീറത്തിൻ എന്നാണ് പറഞ്ഞത്, സഗീറത്തിൻ. അപ്പൊ സഗീറത്തിൻ എന്താണ്? പുല്ലിംഗമാണ്. സൈനബു അസ്ഗറു, ഹാമിദുൻ അക്ബറു എന്ന് പറഞ്ഞതുപോലെ തന്നെ സൈനബു അസ്ഗറു എന്ന് പറയാം. അവിടെ അസ്ഗറത്ത് എന്നൊന്നും പറയണ്ട, അസ്ഗറു എന്ന് പറഞ്ഞാൽ മതി. പുല്ലിംഗത്തിനും സ്ത്രീലിംഗത്തിനും ഒരേ രൂപം തന്നെ ഉപയോഗിക്കാം. ആദൽ കിതാബ് അസ്ഹലു മിൻ ദാലിക, ഈ പുസ്തകം അതിനേക്കാൾ എളുപ്പമാണ്. അതിനേക്കാൾ നമ്മൾ ഒന്നാം പാഠം പഠിച്ചു, അതിനേക്കാൾ എളുപ്പമാണ് രണ്ടാം ഭാഗം, അല്ലേ? കിതാബ് അസ്ഹലു മിൻ,
അല്ല, ഹാദൽ കിതാബ് അസ്ഹലു മിൻ ജാക്ക. ഇതാണ് എന്റെ ബുക്കിലുള്ളത്. നിങ്ങളുടെ ബുക്കിൽ എന്താ ദാലിക്കുൽ കിതാബ് എന്നാണ് ഉള്ളത്. അല്ല എങ്ങനെയല്ല തിരിച്ചു പറഞ്ഞ ജാക്ക എന്ന് പറഞ്ഞാൽ ദാലിക്ക എന്ന് തന്നെയാണ്. ജാക്ക എന്ന് പറഞ്ഞാൽ ദാലിക്ക എന്ന് പറഞ്ഞാൽ ഒരാത്മ. അല്ലാണ്ട് ഹാദിഹി സയ്യാറത്തു അജിബിന് മിൻ തിൽക്ക. നിങ്ങൾ ഒന്നാം ഭാഗം അസ്ഹലായിരുന്നു പറഞ്ഞാണ് അല്ലേ? ഇതിനേക്കാൾ ഓക്കെ. എല്ലാവരും ചിന്തിച്ചില്ല, ഞാനും ചിന്തിച്ചില്ല അങ്ങനെ. കാരണം അത് പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് ഇത് എളുപ്പമാണ്. ഹാദിഹി സയ്യാറത്തു. അപ്പോ നേരത്തെ പറഞ്ഞ ഹാദൽ കിതാബു മസ്കിലിനാണ്, ഇവിടെ ഹാദ സയ്യാറത്തു ഫെമിലിനാണ്. ഹാദിഹി സയ്യാറത്തു, ഈ സയ്യാറ, ഈ കാറ്. അജ്മലു മിൻ തിൽക്ക, അതിനേക്കാൾ അജ്മലാണ്. അപ്പൊ അജ്മൽ എന്ന പുല്ലിംഗം തന്നെയാണ്, അതായത് കോമൺ ജെൻഡർ ആണ്. ഈ സൂപ്പർലേറ്റീവ് എന്താണ്? കോമൺ ജെൻഡർ ആണ്. അതിന് എന്തില്ല, ഇത് ആവശ്യമില്ല, ജെൻഡർ ഡിഫറൻസ് ആവശ്യമില്ല. മിൻതിൽക്ക അതിനേക്കാൾ ന്യൂട്രൽ ജെൻഡർ, ന്യൂട്രൽ എന്ന് പറയാൻ പറ്റില്ല, കോമൺ ആണ്. ന്യൂട്രൽ എന്ന് വേണമെങ്കിൽ പറയാം. അജ്മൽ മിൻതിൽക്ക അതിനേക്കാളും മനോഹരമാണ്. ഹംസത്തു അക്ബറു മിന്നി സിന്നൻ. അക്ബറു മിന്നി സിന്നൻ. ഹംസ എന്നേക്കാളും പ്രായത്തിൽ വലിയ ആളാണ്. മലയാളത്തിൽ പറഞ്ഞ പ്രായം കൂടിയ ആളാണ്. ഭാഷ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞ ഹംസത്തു അക്ബറു മിന്നി, എന്നേക്കാളും വലിയ ആളാണ്. എന്ത് കാര്യത്തിൽ? സിന്നൻ, പ്രായത്തിൽ. സിന്നൻ എന്ന് പറഞ്ഞാൽ പല്ലെന്ന് അർത്ഥമുണ്ട്. അസിന്നു ബിസിന്നി. ഇവിടെ എന്താണ് സിന്ന്? പ്രായം, വയസ്സ്. വയസ്സ്. അർബ ഹഉലായി തുല്ലാബു അഹ്സനു മിൻ ഉലൈക. അപ്പൊ ഇവിടെ ഹംസത്ത് അക്ബർ എന്ന് പറഞ്ഞു. അപ്പോൾ ജെൻഡർ ഹംസത്ത് മസ്കുലിനാണ്, ജെൻഡർ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ ഇത് ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിച്ചതേ ഉള്ളൂ. ഹംസത്തായാലും അക്ബർ തന്നെയാണ്. അതേപോലെ ഹഉലായി തുല്ലാബു, ഹഉലായി തുല്ലാബു എന്ന് പറഞ്ഞപ്പം ഈ സ്റ്റുഡൻസ്. ഹഉലായി എന്നത് ബഹുവചനമാണ്, പ്ലൂറലാണ്. തുല്ലാബ് പ്ലൂറലാണ്, ഹഉലായി പ്ലൂറലാണ്. അപ്പോ അതിനെക്കുറിച്ച് എന്ത് പറഞ്ഞു? അഹ്സനു എന്ന് പറഞ്ഞു. അപ്പൊ എന്തില്ല, പ്ലൂറൽ ആയിരുന്നാലും വ്യത്യാസമില്ല. അഹ്സൻ മിൻ ഉലൈക, അക്കൂട്ടരേക്കാൾ നല്ലവരാണ്. ബൈത്തി അബ്അദു അനിൽ മദ്രസത്തി. ബൈത്തി അബ്അദു, എന്റെ വീട് മദ്രസയിൽ നിന്നും വളരെ അകലെയാണ്. മിൻ ബൈത്തിക, നിന്റെ വീട്ടിനേക്കാൾ അബ്അദു, ദൂരത്താണ്. അപ്പൊ ഈ മിൻ എപ്പുറത്ത് കിടപ്പുണ്ട് കേട്ടോ. അപ്പോ മിൻ ചിലപ്പോൾ കുറച്ച് മാറിയിട്ട് വരാം, കാരണങ്ങളുണ്ട്. അപ്പൊ അത് അനിൽ മദ്രസത്തി, സ്കൂളിൽ നിന്നും അകലെയാണ്. മിൻ ബൈത്തിക, നിന്റെ വീട്ടിനേക്കാൾ. അപ്പൊ അതെന്നുള്ള കമ്പാരിസൺ. ബൈത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ബൈത്ത് പുല്ലിംഗമാണ്, അബദ് ഉപയോഗിച്ചു. അനിൽ മദ്രസത്തി മിൻ ബൈത്തിക. ഹുവ അസ്ഗർ മിന്നി സിന്നൻ, ഹുവ അസ്ഗർ മിന്നി സിന്നൻ, അവൻ എന്നേക്കാളും പ്രായത്തിൽ ചെറിയ ആളാണ്. ഖത്തി അഹ്സനു മിൻ ഖത്തിക, എന്റെ ഖത്ത് എന്താണ്? ഖത്ത്. മലയാളത്തിൽ ആരെങ്കിലും ഖത്ത് എഴുതാറുണ്ടോ? മലയാളത്തിൽ കത്ത് എഴുതാറില്ലേ? അത് തന്നെ മലയാളത്തിലത്തെ കത്ത്. മലയാളത്തിൽ കത്ത് എന്ന് പറഞ്ഞാൽ ഹത്തിൽ നിന്ന് കോപ്പി അടിച്ചതാണ് കത്ത്. അങ്ങനെ കോപ്പി അടിച്ച കുറെ വാക്കുകളുണ്ട്. ബോറോഡ് വേർഡ്സ് ആണ്. എഴുതുമ്പോ നമ്മള് എന്ത് ചെയ്യുന്നു, മലയാളീകരിച്ചിട്ട് എഴുതുന്നതേ ഉള്ളൂ. അതിന് കോപ്പി അടിച്ച് പിന്നെ ഖായായിരുന്നുള്ളത്, പിന്നെ അത് ഖത്ത് എഴുതുമ്പോഴത്തേക്ക് മുഖത്തിന്റെ ഖായായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് എന്ത് ചെയ്തു, അത് മലയാളത്തിലെ കത്ത് മലയാളത്തിലെ വെറും കള്ളന്റെ കായാക്കി മാറ്റിക്കളഞ്ഞു. അറബിയിലെ ഖത്താൻ ഇവിടെ വന്നിട്ടുണ്ടല്ലോ. അത് അതെന്റെ കത്ത് എന്നുള്ള അർത്ഥത്തിലാണ്. അതെ, എന്റെ കത്ത്. ഇവിടെ നാമം വരുമ്പോ തൻവീൻ ഉണ്ടാവുമല്ലോ. ഇവിടെ യാൽ മുത്തക്കല്ലിമിനോട് ചേർത്തു.
യാതി ഖത്തി തന്നെ. മുത്തകല്ലിമിനോട് ചേർത്തു. എന്റെ ഖത്ത്, എന്റെ. പിന്നെ ഖത്ത് എന്ന് പറഞ്ഞാൽ അറബിയില് ഹാൻഡ് റൈറ്റിംഗ് എന്നാണ് അർത്ഥം, നിന്റെ യൂസേജിൽ, നിന്റെ യൂസേജിൽ. പിന്നെ ഖത്ത് എന്നുള്ളത് എഴുത്ത് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കും. ആ അർത്ഥത്തിലാണ് മലയാളത്തിലേക്ക് വന്നത്. കത്ത്, എഴുത്ത്. ഞാനൊരാൾക്ക് എഴുത്തെഴുതി എന്ന് പറയുമല്ലോ, അപ്പൊ കത്തെഴുതി, എഴുത്തെഴുതി എന്ന് പറയും. ആ അർത്ഥത്തിലാണ് വന്നത്. അക്ഷരമിന് കത്തിക്ക, ഇവിടെ ഹാൻഡ് റൈറ്റിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്, കൈയക്ഷരം. നിന്റെ കൈയക്ഷരം എന്റെ കൈയക്ഷരേക്കാൾ, മിൻ കത്തിക്ക, എന്റെ കൈയക്ഷരം നിന്റെ കൈയക്ഷരത്തേക്കാൾ നല്ലതാണ്. അസാമിൻ ഹദ ശാരിഉ അൻളഫു മിൻ ദാക മിൻ ദാലിക, ഈ സ്ട്രീറ്റ് ആ സ്ട്രീറ്റിനേക്കാളും വൃത്തിയുള്ളതാണ്. വൃത്തിയുള്ളതാണ്. അല്ലബനു അഹ്സനു മിന ഷായി, ലബൻ എന്താണ്? പാല്. പാലാണ് കേട്ടോ. അതിന് കമാ ചായ വർദ ഫിൽ ഖുർആൻ, ഖുർആനിൽ വന്നതുപോലെ ലബന്. ലബന് ഖുർആൻ വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടേ ഇല്ല. സ്വർഗത്തിലെ അരുവിയെ കുറിച്ച് അത് പറയുന്നു. തന്നെ. നേരത്തെ പറഞ്ഞ തറവാട്ടിന്റെ കാര്യം മറന്നു വരുന്നു പറഞ്ഞോണ്ട് ഇപ്പൊ തറവാട്ടിലെ അരുവിയെ കുറിച്ചാ പറയും. അല്ലാതെ പറഞ്ഞിട്ടുണ്ട് കേട്ടാ, അതായത് 1-2 സ്ഥലങ്ങളിലുണ്ടെന്ന് എന്റെ ഓർമ്മ. അരുവിയെ കുറിച്ച് പറഞ്ഞു ബി ഹാൻ ഹാറും മിൻ ലബൻ. പിന്നെന്താ പറഞ്ഞത്? തസ്നീമാണ്. അല്ല ലബൻ അല്ല, അതല്ല ഞാൻ പറഞ്ഞത്. സ്വർഗത്തിലെ പാലരുവിയെ കുറിച്ച് എന്താ പറഞ്ഞത്? പിന്നെ മദ്യം ഒഴുകുന്ന വേറെ നദി. പാലരുവിയെ കുറിച്ച് എന്താ പറഞ്ഞത്? പാലരുവിയെ കുറിച്ച് ലം യതഗയ്യർ തഅമുഹു, അതിന്റെ ടേസ്റ്റ് മാറുകയില്ല. നമ്മളെ പാല് രാവിലെ എടുത്തിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ചീത്തയാവില്ലേ? അവിടുത്തെ പാൽ അങ്ങനെയല്ല, ഒഴുകിക്കൊണ്ടേ ഇരിക്കുകയാണ്. ലം യതഗയ്യർ തഅമുഹു, അതിന്റെ ടേസ്റ്റ് മാറുന്നില്ല. ഓക്കെ. ലബനു അഹ്സനു മിൻ ഷായി, പാലാണ് ചായക്കാളും നല്ലതെന്ന് പറയും. പാല് കുടിക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം? ചൂടായി കുടിക്കണോ അല്ലാതെ കുടിക്കണോ എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ട കാര്യം. അന്നൊക്കെ നബിസ്വല്ലല്ലാഹു ചെല്ലുമ്പോഴത്തേക്ക് ആൾക്കാർ അവിടെ നിന്ന് പാല് തിളപ്പിച്ച കാര്യമൊന്നും പറയുന്നില്ല, പാല് കറന്ന് കുടിച്ചെന്നാ പറയുന്നത് അല്ലെ. ആടിന്റെ അകിടില് കുറച്ച് പാലേ ഉണ്ടായിരുന്നുള്ളൂ, അത് എല്ലാവരും കുടിച്ചെന്നൊക്കെ പറയുന്നത്. അപ്പൊ അകിടിൽ നിന്നും പാല് കറന്നിട്ട് പിന്നെ കൂടെ തിളപ്പിച്ച കാര്യം എന്ന് പറയുന്നത്. എന്ത് ചെയ്യണം? ഫ്രഷ് പാലെന്ന് പറഞ്ഞാൽ ഫ്രഷ് ആയിട്ടും കുടിക്കണം. വേവിച്ചു കഴിഞ്ഞാൽ പിന്നെ ദഹിക്കാൻ പാടായിരുന്നു. അത് ഷായി ലബനു അഹ്സനു മിന ഷായി ഹാദിഹി സഅതു. അപ്പോ ഹാദിഹി സഅതു, ഈ വാച്ച്. അപ്പൊ ഹാദിഹ സ്ത്രീലിംഗമാണ്, സഅതു സ്ത്രീലിംഗമാണ്. അത് സഅതു. പിന്നെന്ത് പറഞ്ഞു? അർഹസു. അർഹസ് എന്താണ്? വില കുറഞ്ഞ. അർഹസ് ഏറ്റവും വില കുറഞ്ഞത്. ആള് ഭയങ്കര ആള് ഭയങ്കര അർക്കീസാന്ന് പറയുമല്ലോ. ആള് ഭയങ്കര അർക്കീസാന്ന് പറയും. എന്താ അർക്കീസ്? ശരിയാണ്. വളരെ അർഹസിന്നാണ് അർക്കീസ് എന്നത്. മീൻ തിൽക്ക, അല്ലാതെ മലയാളത്തിൽ വേറെ അർക്കീസ് വരാൻ വഴിയൊന്നും ഇല്ലല്ലോ. അപ്പൊ ഇവിടെ കമ്പാരിസൺ ആണ് കേട്ടോ. അർഹസ് മിൻ തിൽക്ക, അതിനേക്കാൾ, ആ വാച്ചിനേക്കാൾ ഇത് വളരെ വില കുറഞ്ഞതാണ്. അപ്പം എന്ത് ചെയ്തു? ഇവിടെ സഹായത്ത് പറഞ്ഞപ്പോ സ്ത്രീലിംഗമാണ്, അർഹസ് എന്ന കോമൺ ജെൻഡറാണ് ഉപയോഗിച്ചത്. കവിൻ കലിമാത്തിൽ അർഹസു. സു മാത്രമല്ല, ഞാൻ പറഞ്ഞ സു മാത്രമല്ല, സൂപ്പർലേറ്റീവിന് ജെൻഡർ വ്യത്യാസമില്ല, അതേപോലെ നമ്പർ വ്യത്യാസമില്ല. ജെൻഡർ വ്യത്യാസമില്ല, നമ്പർ വ്യത്യാസമില്ല. അതാണ് ഇവിടെ പറഞ്ഞ ഉദാഹരണങ്ങളിൽ എല്ലാത്തിൽ നിന്നും നമുക്ക് പഠിക്കാം. ഇതുകൊണ്ടാണ് ഞാൻ ഇത് കംപ്ലീറ്റ് വായിച്ചത്. സൂപ്പർലേറ്റീവിനും എല്ലാ സൂപ്പർലേറ്റീവും അത് ബേസിക്കലി ലമ്മാണ്, പക്ഷേ ലമ്മ മാറി വരാം.
കെസർ അത് ഒരു ശരി. തന്നെ ആ. ഉള്ളൂ. കെസർ ഓ വരുന്ന സാഹചര്യം ഉണ്ടാവും, പക്ഷെ കെസർ വരുന്ന സാഹചര്യം വേറെ ഉണ്ടാവും. സാഹചര്യം നമ്മൾ പിന്നീട് പഠിക്കും. ബേസിക്കലി നമ്മൾ ആ ആ. പഠിക്കേണ്ടത് അത് കെസർ സ്വീകരിക്കാത്ത പദമാണ്. അതെന്താണ്, ആ ലമ്മിലാണ് അവസാനിക്കുന്നത്, പക്ഷെ ഫത്തഹ് വരും. ഓ നമ്മൾ പഠിക്കാനുള്ള കൊടുത്തിരിക്കുന്നതുകൊണ്ട് ഇവിടെ എല്ലാ സ്ഥലത്തും ലമ്മുള്ളതാണ് കൊടുത്തത്. കവിൻ ജുവന മിനൽ കലിമാത്തിൽ ആദ്യത്തെ മുസ്താമിലൻ ഇസ്മത്ത് തഫ്ദീൽ. ഇസ്മത്ത് തഫ്ദീൽ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം? കവിൻ ജുമലൻ. കവിൻ എന്ന് പറഞ്ഞാൽ കാന ആയിരുന്നു, കാന ആകുന്നു, അല്ലെങ്കിൽ ആയിരുന്നു, യക്കൂനും ആകും അല്ലെ. കവിൻ ആക്കൂ, കാന ആയിരുന്നു, കവിൻ ആക്കൂ. ഹാഷിമുൻ തവീരൻ ഉസ്മാനു. എന്ത് ചെയ്യണം? ഹാഷിമുൻ അത്വലു മിൻ ഉസ്മാന. അത്തുവലു മിൻ അത്തുവലു മിൻ ഉസ്മാൻ, ഉസ്മാൻ. അത്തുവല മിൻ മിൻ ഉസ്മാൻ. ഉസ്മാൻ. അപ്പൊ മിൻ വന്നപ്പോ എന്ത് ചെയ്യണം? ഉസ്മാന് ലമ്മാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ ഉസ്മാന് പോലെ കസർ സ്വീകരിക്കാത്ത പദമാണ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യണം? മിൻ ഉസ്മാന ഉസ്മാന, ഉസ്മാന. മിൻ ഉസ്മാന. അപ്പൊ മിൻ കസറിന് പകരം എന്ത് ചെയ്യും? പത്തോട്. അസാനി അൽ ഖാഹിറത്തു കബീറുൻ അജിയാബു. ഞാൻ പറയും, അടുത്ത ആള്. ഇപ്പൊ പറയാത്ത ആള് പറയും. പറയാത്തവരൊക്കെ മൈക്ക് ഓഫ് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്? അൽ കാഹിറത്തു അക്ബറു മിൻ റിയാലി റിയാലി മിൻ മിനൽ റിയാദു മിന മിനൽ റിയാദി. മിനൽ റിയാദു റിയാള മിനൽ റിയാള. റിയാദ മിനൽ റിയാദ. കാര്യം എന്താ? ഇയാള് തന്വീൻ കസർ സ്വീകരിക്കാത്തതാണ് സ്വീകരിക്കില്ല. കസർ സ്വീകരിക്കുന്നില്ലെന്ന് ആരെങ്കിലും പറഞ്ഞോ? കസർ സ്വീകരിക്കില്ല. അതായതുകൊണ്ട് ആരെങ്കിലും ജിയ പറഞ്ഞായിരുന്നോ? ജിയാദിന് കസർ ഇട്ട് ജിയാദ് കസർ ഇറങ്ങില്ല എന്ന് പറഞ്ഞായിരുന്നു ആരെങ്കിലും? റിയാദ് കസർ സ്വീകരിക്കില്ലെന്ന് ആരെങ്കിലും പറഞ്ഞോ? റിയാലി സ്വീകരിക്കും. അൽ നമ്മൾ വന്നാൽ മനസ്സിലാക്കേണ്ടത് അൽ വന്നാൽ അല്ലുള്ള നാമങ്ങളെല്ലാം സ്വീകരിക്കും. അല്ലില്ലാത്തതിനെ കുറിച്ച് മാത്രമേ വേറെ ചിന്തയുള്ളൂ കേട്ടോ. അല്ലുള്ള നാമങ്ങളെല്ലാം എന്ത് ചെയ്യും? കസർ സ്വീകരിക്കും. റിയാദി മിനൽ റിയാദി. റിയാദ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവിടെ റിയാളി എന്നാണോ? അതെ റിയാളി. അതെ, മിന റിയാദി. റിയാദ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പൂന്തോട്ടം. ഗാർഡൻസ്, പൂന്തോട്ടങ്ങൾ. കാഹിറത്തു അല്ല, കാഹിറത്ത് എന്താണ്? അത് സ്ഥലത്തിന്റെ പേരാണ്. റിയാദ് എന്ന് പറഞ്ഞ പേരാണ്, പക്ഷെ അതെന്ത് മീനിങ് ഫുൾ ആണ്. കാഹിറയ്ക്ക് എന്തെങ്കിലും അർത്ഥം ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഞാൻ റിയാദിൽ ഉണ്ടായിരുന്നുകൊണ്ട് അതിനെ കുറിച്ച് അറിയാം. മാത്രമല്ല റിയാദിന്റെ ഏകവചനമുള്ള സ്ഥലവും അവിടെ ഉണ്ട്. റിയാദ് സിറ്റിക്കകത്ത് തന്നെ. റിയാദ് സിറ്റിക്കകത്ത് തന്നെ റിയാദിന്റെ ഏകവചനം എന്താണ്? റൗലത്തൻ. അപ്പൊ റൗല എന്ന് പറഞ്ഞാൽ നമ്മള് റൗല കാണാൻ പോകില്ലേ? റൗല അതെവിടെയാണ് റൗല? മാബൈന ബൈത്തി വ മിൻബരി റൗലത്തുൻ മിൻ റിയാദിൽ ജന്ന. അപ്പൊ അവിടെ തന്നെ ഏകവചനം ബഹുവചനം ഉണ്ട്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടിനും മിമ്പറിനും ഇടയ്ക്കുള്ള സ്ഥലമാണ് റൗല എന്ന് പറയും. നമ്മളവിടെ മദീന മസ്ജിദ് ചെന്നാല് അവിടെ പ്രത്യേകം, ഞാൻ പോയപ്പോഴേ കാർപ്പറ്റ് കളർ മാറ്റി കൊടുത്തിട്ടുണ്ടാവും. വീടിന്റെയും മിമ്പറിന്റെയും ഇടയിൽ. അന്നത്തെ മിമ്പറാണ് കേട്ടോ, ഇന്നത്തെ മിമ്പറല്ല. അന്നത്തെ മിമ്പർ അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ആ മിമ്പറിന്റെ മുകളിൽ നിന്നാണ് ബാങ്ക് വിളിക്കുന്നത് തോന്നുന്നു. ചിലപ്പം ഇപ്പോഴും മാറിയിട്ടുണ്ടാവാം. ഞാൻ പോയപ്പോഴും അങ്ങനെയായിരുന്നു. അതിന്റെ മുകളിൽ നിന്നാണ് ബാങ്ക് വിളിക്കുന്നത്. പഴയ മിമ്പറിന്റെ മുകളിൽ നിന്നാണ് ബാങ്ക് വിളിക്കുന്നത്. ചില ആൾക്കാരെ അതൊന്നും അറിയാത്തതുകൊണ്ട് അതിന്റെ താഴെയൊക്കെ പോയി ചെക്കി കൂടിയൊക്കെ നമസ്കരിക്കുന്ന. അപ്പോ അതിലൊന്നും കാര്യമില്ല. മിമ്പറിന്റെയും വീടിന്റെയും ഇടയ്ക്കുള്ളതാണ് റൗദ. അപ്പൊ റൗദ എന്ന് പറഞ്ഞാൽ ശരിക്കും ഗാർഡൻ. റൗദ എന്ന് പറഞ്ഞ സ്ഥലം സിറ്റിയിലുണ്ട്, റിയാദ് സിറ്റിക്കകത്തുണ്ട്, അതിന്റെ പ്രാന്തപ്രദേശത്ത്. അതേപോലെ സിറ്റിയുടെ പേര് റിയാദ് എന്നാണ്. എവിടെ? അൽ ഖാഹിറത്ത് കബീറു മിന റിയാദ്, സോറി, അക്ബറു മിന റിയാദ്.
القاهرة أكبر من الرياض. الثالث هذا الفندق هذا هو الفندق أضيف ذلك ذاك نظيف أنلفو أنلف أضيف أنلفو الله الله أنلف അള്ളീഫ് من അള്ളീഫ് ذلك അല്ലേ യാ ഉണ്ടല്ലോ അവിടെ യാ ലാ കഴിഞ്ഞിട്ട് أليف أنلف أنلف അള്ളീഫ് നമ്മളെ സൂപ്പർലേറ്റീവിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. أنلف അള്ളീഫ് من മിൻ ذلك ദാലിക നദീബൊക്കെ പോയി. നദീബാണെങ്കിൽ പിന്നെ നമ്മൾ പറയേണ്ട കാര്യമില്ലല്ലോ, പഠിപ്പിക്കേണ്ട കാര്യം അൻലഫു അല്ലിഫു എന്നല്ലേ വരണ്ടേ? എന്തിനാ? അള്ളീഫ് അല്ലേ അൻലഫു ബഈദുൻ അബഅദു നളീഫുൻ അൻലഫു കബീറുൻ അവിടെ യാ അക്ബറു കിടക്കണ്ടല്ലോ കബീറുൻ. വായിൽ كبير كبير أكبر റഷീദ് സാർ ടേക്ക് ആ കെയർ ആ ടേക്ക് കെയർ ലിസൺ. ആ കബീറുൻ യെസ് അത്വലു കബീറുൻ നോർമൽ, ഓക്കെ, പോസിറ്റീവ്. അത്വലു സൂപ്പർലേറ്റീവ്, കബീറുൻ പോസിറ്റീവ്, അക്ബറു ആ സൂപ്പർലേറ്റീവ്, യെസ് ആ നളീഫുൻ മനസ്സിലായി പോസിറ്റീവ്, അൻലഫു സൂപ്പർലേറ്റീവ്, സഹലുൻ അള്ളാഹു പോസിറ്റീവ്, അസ്ഹലു സൂപ്പർലേറ്റീവ്. ഓക്കെ, ഇത് പറഞ്ഞ് പഠിക്കുക. മനസ്സിലായി അള്ളാഹു അൽലുഗത്തുൽ അറബിയ്യത്തു സഹലുൻ. പോസിറ്റീവ് ആവുമ്പോഴാണ് ഈ യാ സലുൽ വരേണ്ടത് ലുഗത്തിൽ ഫറൻസിയത്തി പോസിറ്റീവ് അല്ല സാർ, പോസിറ്റീവ് അല്ല, പോസിറ്റീവ് അല്ല. عربية നമ്മുടെ ക്ലാസ്സിൽ എന്ത് ചെയ്യുക, കുറച്ചുകൂടെ ശ്രദ്ധിച്ചിരിക്കുക, അറ്റൻറ്റീവ് ആയിരിക്കുക. പോസിറ്റീവ് അല്ല, നമ്മൾ ആദ്യം പോലെ പറയുന്നത് ഈ വിഷയമാണ്. സൂപ്പർലേറ്റീവ് കേട്ടോ. തവീരുൻ അത്വലു കബീറുൻ അക്ബറു. തവീരുൻ എന്ന് പറയുന്ന വാക്കെന്താണ്? പോസിറ്റീവ് ആണ്. പോസിറ്റീവ് അള്ളീഫ് കമ്പാരിറ്റീവ് പോസിറ്റീവ് ആണല്ലോ പോസിറ്റീവ് കമ്പാരിറ്റീവ് സൂപ്പർലേറ്റീവ് അറിയാമല്ലോ. അറിയാം. ഇല്ലെങ്കിൽ ഇപ്പൊ ഇംഗ്ലീഷ് പഠിപ്പിച്ചു തരാം. അല്ല അപ്പൊ നെലീഫ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് അല്ലേ? അതെ, അപ്പൊ നമ്മൾ അതെല്ലാം വിടുക. ആ നളീഫ് നമ്മൾ പഠിക്കുന്നത് അൻലഫ് ആണ് പഠിക്കുന്നത്. ആ മനസ്സിലായി അള്ളാഹു അൻലഫ് ആണ് പഠിക്കുന്നത്. കബീറിനെ എന്താക്കണം? അത്തുബലാക്കണം. കബീറിനെ അക്ബർ ആക്കണം. നളീഫിനെ അൻലഫ് ആക്കണം. സഹലിനെ അസ്ഹൽ ആക്കണം. اللغة العربية أسهل من اللغة من الفرنسية. اللغة الفرنسية الفرنسية. فرنسية അപ്പൊ ഫറൻസിയത്ത് കസ സ്വീകരിക്കുമല്ലെന്ന് ഇങ്ങനെ അറിയാൻ പറ്റും. അല്ലുള്ളതുകൊണ്ട് അല്ലുള്ളതുകൊണ്ട് വേറെ ഒന്നും ചിന്തിക്കാനില്ല. അല്ലുള്ളതുകൊണ്ട് വേറെ ഒന്നും ചിന്തിക്കാനില്ല. മിനൽ ലുഗത്തിൽ ഫറൻസിയത്തി. അൽ ഖാമിസ് അന أنا അക്ബറു أكبر മിൻഹു മിൻഹു. അപ്പൊ ഈ വരുന്നതെല്ലാം നമ്മള് ചിലരൊക്കെ എന്ത് ചെയ്യണം? സർവനാമം വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം? സർവനാമത്തിന്റെ ഭാഗം മാത്രം ചേർക്കണം. മിനിനോടൊപ്പം ചേർന്ന് എന്ത് വരും? മിൻഹു. അന അക്ബറു മിൻഹു. അന അക്ബർ മിൻഹു എന്ന് ആരെങ്കിലും ഖുർആൻ വായിച്ചിട്ടുണ്ടോ? അന അക്ബറു മിൻഹു. യെസ്. അവിടെ എവിടെ വെച്ച്? യൂസുഫ് നബിന്റെ കാര്യത്തിലാണോ? യൂസുഫിന്റെ കാര്യത്തിലാണ് പറഞ്ഞത്. യൂസുഫ് നബിന്റെ സഹോദരന്മാരെ വരെ പറഞ്ഞല്ലേ? ആ ആ എന്താ പറഞ്ഞേ?
അന അക്ബർ മിൻഹു എന്നല്ല പറഞ്ഞു, ഞാൻ അന ഖൈറു മിൻഹു എന്നാണ് ബീസ് പറഞ്ഞു. അന ഖൈറു മിൻഹു എന്നാണ്. ഇനി ഇവിടെ എന്താണ്? അന അക്ബർ മിൻഹു, ഞാൻ അയാളെക്കാൾ വലിയ ആളാണ്. സാദിസ് ആറാമത്തെ എന്താണ്? എന്ത് പറയണം? ഹുവ അസ്കറു മിൻ അൻതി. മിൻക അസ്ഹറു മിൻകാന. ആ മിൻ അസ്ഹറു അൻതി. മിൻക. മിൻക. അൻതെ എന്താക്കണം? മിൻ അൻതെ ആ അന്ത്യാണ് ആക്കേണ്ടത്. ആ മിൻക. മീനിനോടൊപ്പം അൻതെ ചേരുമ്പോ എന്താവും? മിൻക. മിൻക. മിൻ അൻതെ അൻത. അൻതെ ആക്കിയ മിൻ അൻതെ എന്ന് പറയാൻ പറ്റില്ല. അന്ത്യാക്കുമ്പോ മിൻകി. മിൻക. മിൻ അൻത എന്ന് പറയുമ്പോ മിൻക. അല്ല മിൻ മിൻ അൻത എന്ന് പറഞ്ഞാലും ശരിയല്ലേ? മിൻ അൻത എന്ന് പറഞ്ഞാൽ തെറ്റാണ്. തെറ്റാണ്. നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ടോ? ഹുവയോട് ചേർത്ത് പഠിച്ചിട്ടുണ്ടല്ലോ. മിൻഹു മിൻഹും, ഉണ്ട് ഉണ്ട് മിൻക ഉണ്ട്. മിൻകും, മിന്നി മിന്ന. എന്തിനാ പഠിക്കുന്നത്? നമ്മൾ തത്തമ്മ പൂച്ച പൂച്ച എന്ന് പറഞ്ഞ് പഠിക്കുക. കാരണം എന്താ? പിന്നെ ഒരിക്കലും അത് മിൻ അൻക എന്ന് പറയാൻ പറ്റില്ല. മിൻ ഹുവ അല്ല എന്നല്ല നമ്മൾ പറയുന്നത്. ഇന്നയാണ് മിൻഹു. പഠിച്ചത്. ഇന്ന വെച്ചിട്ടല്ലേ പഠിച്ചത് നമ്മൾ ലാംഗ്വേജ്. ആദ്യം പഠിക്കുന്ന അതാണ്. ഓ ശരിയാണ്. ഹുവ ഹും കഴിഞ്ഞാൽ പിന്നെ പിന്നെ പഠിക്കുന്നത് എന്താ? റബ്ബുഹു റബ്ബുഹും. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെന്താ? ഹുവ മുസ്ലിം മുസ്ലിം കഴിഞ്ഞിട്ട് പിന്നെ മിൻഹു മിൻഹും, മിൻക മിൻകും, മിന്നി മിന്ന. സർവനാമങ്ങളോടൊപ്പം പ്രിപ്പോസിനോടൊപ്പം സർവനാമം വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം? അതിനോട് ചേർത്താ പറയേണ്ടത്. ഇലഹി ഇലഹിം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഓർമ്മകൾ ഉണ്ടാകണമെന്ന് പറയും. അതേപോലെ പഴയ പാഠങ്ങൾ മറക്കാൻ പാടില്ല. പുതിയ പാഠങ്ങൾ പഠിക്കുകയും വേണം, പഴയത് മറക്കാനും പാടില്ല. ഓക്കെ. അജിജാലു കസീറുൻ നിസാവു. വേറൊരാൾ പറയും. ആ അജിജാലു അക്സറു മിനൻ നിസായി. ഇവിടെ അൻതയും ഹസനും അനയും ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? ആ മിന്നി. അൻത മിന്നീന്ന് വരും. അൻത ഹസനു അന്ത മിന്നി. അഹ്സനു മിന്നി. താഹ്സനു മിന്നി. طيب التاسع الموز رخيص. മിനൽ ഇനബി. الموز أرخص മിനൽ من ഇന العنب. ഇന ഇനബി. الموز. ഇനബി. ഇപ്പൊ നമ്മളെ കൂട്ടത്തിൽ ഒരു അസുഖർ ഉണ്ടായിരുന്നു, അതാരും മറന്നുപോയില്ലേ? മിനൽ അംബി. നമ്മളെ കൂട്ടത്തിൽ ഒരു അസുഖറുണ്ട്. നിങ്ങൾ ലിസ്റ്റിൽ കാണുന്നില്ലേ അസുഖറിനെ? ഫരീദ് അസ്കർ. ആ ഫരീദ് അസുഖർ. അപ്പൊ യഥാർത്ഥത്തില് ഹുവ അക്ബർ ആണ്, അസുഖർ അല്ല. അത് വലിയ ആളാണ്. ഓക്കെ. ഇവിടെ എന്താ? അൻത ഹസനും അനൻ എന്താ ആര് പറഞ്ഞു? അൻതയും ഹസനും അനയും വന്നപ്പോ എന്താ പറഞ്ഞത്? അന്ത അഹ്സനു മിന്നി. ആ അൻത ഹസനു മിന്നി. അടുത്തത് മൗസ്. എന്താണ് മൗസ്? ഗോതമ്പ. പഴം. മൗസ് പഴം, ആ പഴം. വാഴപ്പഴം. മൗസ്. റഖീസുൻ അൽ ഐനബു. അപ്പം ചേർത്ത് എങ്ങനെ പറയും? الموز أرخص من العنب. അൽ മൗസു അർഖസു മിനൽ ഐനബി. മുന്തിരിയേക്കാൾ വില കുറഞ്ഞതാണ്. അശ്ശംസു ബഈദുൻ അൽ ഖമർ. الشمس أبعد من القمر. അശ്ശംസു അബ്അദു മിനൽ ഖമർ. അലിയുടെ കംപ്ലീറ്റ് പേരെന്താണ്? അലി. അലിമോൻ. ഓ അലിമോൻ. അലിമോൻ എന്ന് കംപ്ലീറ്റ് ആണ് കേട്ടോ. അലിമോൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം. അലിമോൻ പഴയ സ്റ്റുഡന്റ് ആണെന്ന് തോന്നുന്നല്ലോ, കുറെ വർഷമില്ല. ഖുർആൻ ക്ലാസ്സിലുണ്ടായിരുന്നു 2 ടേം. അതെ, പണ്ടേ ഉണ്ട ആളാണ് 1ാം ക്ലാസ്സിൽ.
طيب اقرأ الأمثلة ثم حول الجمل التي على غرارها അതിന്റെ നേരെയുള്ള വാക്ക് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യണം? മുസ്തഅമിലൻ ഇസ്മു തഫ്ലീൽ ഉപയോഗിച്ച് എന്ത് ചെയ്യണം? മാറ്റി എഴുതണം. ഇസ്മു തഫ്ലീൽ ഉപയോഗിച്ച് മാറ്റി എഴുതണം. ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. എക്കറൽ അംസലത്തുന്നുണ്ട്. ഉദാഹരണങ്ങൾ ആദ്യം വായിക്കുക. അപ്പൊ 3 ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. മുഹമ്മദുൻ താലിബിൻ ഹസനുൻ എന്ന് പറഞ്ഞിട്ട് മുഹമ്മദുൻ അഹ്സനു താലിബിൻ. നേരത്തെ പറഞ്ഞ ഉദാഹരണം എല്ലാം മിൻ ഉപയോഗിച്ചിട്ടാണ് പറഞ്ഞത്. അപ്പൊ എല്ലാം എന്താണ്? താരതമ്യം ചെയ്യലാണ്. ഇവിടെ എന്താണ്? ഇവിടെ മിൻ ഉപയോഗിക്കാതെ ആയിരിക്കും പറയുന്നത്. അതുകൊണ്ട് എന്താണ്? സൂപ്പർലേറ്റീവ്. അതാ ബൈത്തിൻ ജമീലുൻ, അതാ അജ്മലു ബൈത്തിൻ ഇഷ്ടാരി. അജ്മലു ബൈത്തിൻ ഇഷ്ടാരി. അപ്പൊ അജ്മൽ എന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ എവിടെ എന്നത് പ്രത്യേകം പറയുന്നുണ്ടെങ്കിൽ അത് പറയണം. അതാ അജ്മലു ബൈത്തിൻ ഫിഷാരി. ഇത് ഈ റോഡിലെ ഫിഷാരി, ഈ സ്ട്രീറ്റിലെ ഏറ്റവും മനോഹരമായതിലാണ്. ആമിനത്തു താലിബത്തിൻ സഗീറത്തിൻ, ആമിനത്തു അസ്ഗറ താലിബത്തിൻ. ആമിന എന്താണ്? അസ്ഗർ താലിബത്തിൻ ഫിൽ മദ്രസത്തി, സ്കൂളിലെ ഏറ്റവും ചെറിയ കുട്ടിയാണ്. അപ്പോ അതേപോലെ ഇവിടെ എന്താണ്? മുസ്തഅമിലൻ. ഓക്കെ. ആദികൾ ഖുർഫത്ത് സഗീറത്തുൻ. ഉത്തരത്തിന്റെ കൂടെ എന്ത് ചെയ്യണം? ചേർക്കേണ്ട ഭാഗം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്ത് ചെയ്യണം? തൻവീൻ ഉണ്ടായിരുന്നെങ്കിൽ അസ്ഗർ ഖുർഫത്തിൻ ഏറ്റവും ചെറിയ റൂമാണ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം? അതിന് ആ തൻവീൻ കൊടുക്കണം. പിന്നെ അസ്ഗറിന് ചേർത്ത് വരുമ്പോ കെസ്റാണ് കൊടുക്കുക. അപ്പോ ബിലാലുൻ ലാഇബുൻ ഹസനുൻ. എന്താ പറയാ? എന്താ അർത്ഥം? ലാഇബ് എന്താ? ലാഇബ് വിനോദ. ലാഇബ് കളി, കളിക്കുന്നു. ലാഇബ് കളിയും കളിയും. പ്ലെയർ കളിക്കാരൻ. ഫരീഖ് എന്താണ്? ഫരീഖ് ടീം. കൂട്ടത്തിൽ, ടീം. അപ്പൊ ഫീ ഫരീഖനാ, ഞങ്ങളുടെ ടീമിലെ ഏറ്റവും നല്ല കളിക്കാരനാണ്. അടുത്ത യാസിറുൻ റജുലുൻ ഫഖീറുൻ. യാസിറുൻ ഫുഖറാഉ. യാസിറുൻ അഫ്കറു. അഫ്കറു. റജുലിൻ ഫീ ഖറിയത്തിന. അസ്ഗറു റജുലിൻ ഫീ ഖറിയത്തിന. അപ്പൊ എന്താ അർത്ഥം? ഞങ്ങളെ കറിയയില്, ഞങ്ങളെ ഗ്രാമത്തിൽ ഏറ്റവും ദരിദ്രനായ മനുഷ്യനാണ്. അതെ, ഇവിടെ ആളാണ്, മനുഷ്യനാണ് എന്നൊക്കെയുള്ള അർത്ഥമാണ്. പുരുഷൻ തന്നെ പറഞ്ഞോളണമെന്നൊന്നുമില്ല. പുരുഷൻ തന്നെ പറഞ്ഞോളണമെന്നില്ലെന്ന്. ഖുറാനില് ചില സ്ഥലങ്ങളിലൊക്കെ പുരുഷൻ എന്ന് പറഞ്ഞത് മനുഷ്യൻ എന്ന അർത്ഥത്തിലാണ് പറഞ്ഞത്. الرابع هذه ساعة رخيصة في السوق. هي أرخص ساعة في السوق. أرخص ساعة في السوق. أوكي. خامس في السوق. هذا أصل درس في الكتاب. أصل درس في الكتاب. أصل درس
أسأل في درس الكتاب درس الدكتور الكتاب زكريا أسأل طبيب درس شهير دكتور في بلدنا. زكريا زكريا طبيبا دكتور زكريا أشهر أشهر الدكتور أشهر طبيب طبيب أشهر طبيب أشهر في طبيب بلدنا. في في بلدنا بلدنا. ഈ ബലതാണ് നിങ്ങളുടെ നാട് കേട്ടോ. കരജ് ഞങ്ങളുടെ ഗ്രാമം. أصر അടുത്തത് അൽ-അസ്ഹറു ജാമിഅത്തുൽ ഖദീമത്ത് ഫിൽ ആലം. الأزهر أصر أقدم جامعة جامعة എന്താണ് جامعة എന്ത് ജാമിയത്താണ്? أقدم 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 അഖദമ ജാമിയ. جامعة أقدم جامعة في ജാമിഅത്തിൻ في العلم في العالم. ഫിൽ ആലം. അപ്പൊ ആലമില് കേട്ടോ ലോകത്തെ ഏറ്റവും പഴക്കങ്ങൾ ചേർന്ന യൂണിവേഴ്സിറ്റിയാണ് ഏത്? അസ്ഹർ. അസർ യൂണിവേഴ്സിറ്റി. الأزهر അൽ-അസ്ഹർ. അതിനേക്കാൾ പഴയ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട് കേട്ടോ. കൈറോ അല്ല, കൊർദോവയാണോ? കൊർദോവയല്ല. കൈറോ യൂണിവേഴ്സിറ്റി അസർ അത് മുസ്ലിങ്ങൾ സ്ഥാപിച്ചത്. അവിടെ സ്ത്രീയാണ് അത് സ്ഥാപിച്ചത്. ഖറവിയ്യൻ ജാമിയ അൽ ഖറവിയ്യൻ അൽ ഖറവിയ്യ ഖറവിയ്യീൻ ജാമിയ അൽ ഖറവിയ്യീൻ. ഫാത്തിമ ആണത് സ്ഥാപിച്ചത്. ഫൗണ്ടർ ഫാത്തിമ അൽ ഫിഹ്രി, എ മുസ്ലിം വുമൺ. ഒരു മുസ്ലിം സ്ത്രീയാണ് ലോകത്തെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത്. 859 859 അത് സ്ഥാപിച്ചത്. മൊറോക്കോയിലാണുള്ളത്. യുനെസ്കോയിൽ ഈ മഗരിബ് ഈ മഗരിബിനാണ് ഈ മൊറോക്കോ എന്ന് പറയുന്നത്. മൊറോക്കോ എന്ന് പറയുന്നത്. മൊറോക്കോയ്ക്ക് മഗരിബ് എന്ന് പറയും, അല്ലെങ്കിൽ മഗരിബ് മൊറോക്കോ. അപ്പോ അൽ ഉസ്താദ് നുഅ്മാനു മുദർരിസുൻ ഹസൻ ഫിൽ മദ്രസത്തി. الأستاذ نعمان أحسن مدرس في അഹ്സനു മുദർരിസിൻ ഫിൽ മദ്രസത്തി. സ്കൂളിലെ ഏറ്റവും നല്ല അധ്യാപകനാണ് നുഅ്മാൻ ഉസ്താദ്. അടുത്തത് ഹാദാ ദർസുൻ സഅബുൻ ഫിൽ കിതാബ്. هذا درس أصعب അസ്അബു ദർസിൻ درس في അസ്അബു ദർസിൻ الكتاب. ഹാദാ അസ്അബു ദർസിൻ ഫിൽ കിതാബ്. درس ഫിൽ കിതാബ്. ഹാദാ ഫസ്ൽ വാസിഅ درسنا ദർസിൻ അഹ്സനു ദർസിൻ. നമ്മൾ പറഞ്ഞു കസ്ർ കൊടുക്കണമെന്ന് പറഞ്ഞു. കസ്ർ കൊടുക്കണമെന്ന് പറഞ്ഞു. എങ്ങനെയാ നിങ്ങൾ റായിന് സുക്കൂന ഫത്ത ദർസിന്നാണ് റായിന് എപ്പോഴും ദർസ് നന്നായിട്ട് പഠിച്ചാല് റായ്ക്ക് സുക്കൂനേ ഉണ്ടാവുള്ളൂ. ഓക്കെ. ഇനി ദർസിന് സംശയമൊന്നും ഉണ്ടാവരുത്. ഇല്ല, ഇനി ആവശ്യം ഉണ്ടാവില്ല. ഓക്കെ. 10 هذا فصل واسع في الكلية. أوسع فصل في الكلية. ഫസൽ എന്താണ്? ക്ലാസ് റൂം. ഫസൽ ക്ലാസ്. ഈ ക്ലാസ് യൂണിവേഴ്സിറ്റിയിലെ ഫാക്കൽറ്റിയിലെ ഏറ്റവും വിശാലമായ ക്ലാസ് ആണ്, അല്ലെങ്കിൽ കോളേജിലെ കുല്ലിയത്തി. തീരുന്നില്ല കേട്ടോ, ഒരുപാട് കാരണങ്ങളുണ്ട്. ഈ പാഠത്തിൽ ഏറ്റവും കൂടുതൽ കാരണമുണ്ട്. മിസാലിൻ സുമ്മ ഇർബിത്ത്. ഇർബിത്ത് അറിയാമല്ലോ. ഇർബിത്ത് എന്താണ് റഷീദ് സാഹിബ്? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഇർബിത്ത്?
നിക്കാല് ഇപ്പൊ എവിടെയാണ്? ഇപ്പൊ എവിടെ ഇന്ത്യയിലാണോ ഗൾഫിലാണോ? അല്ല, ഇപ്പൊ ഇന്ത്യയില്. ഒരു വർഷത്തിൽ എത്ര പ്രാവശ്യം പോകും? അത് സാഹചര്യം അനുസരിച്ച് സാർ അപ്പുറത്തെ. എന്നാലും 3 മാസത്തിൽ ഒരിക്കൽ പോകില്ലേ? ആ പോവും. പോകുമ്പോ നമ്മ അറബി ഫ്ലൈറ്റുകളാണോ ഉപയോഗിക്കല്, അതല്ല അനറബി ഫ്ലൈറ്റുകളാണോ ഉപയോഗിക്കല്? അത് മിക്സ് ചെയ്തിട്ട് മറ്റേ അറബി ഫ്ലൈറ്റിൽ എമിറേറ്റ്സിലൊക്കെ എല്ലാത്തിനും, ചിലപ്പോ അറബി പോവാ. ഫ്ലൈറ്റിൽ ഏത് കയറിയാലും ആ ഇർബിത്ത് എന്ന വാക്ക് ഉപയോഗിക്കും. ശ്രദ്ധിച്ചില്ല. ഇനി ശ്രദ്ധിക്കണം. ഇനി അറബി അനൗൺസ്മെന്റ് ശ്രദ്ധിക്കണം. ഇംഗ്ലീഷ് ആ അനൗൺസ്മെന്റ് ശ്രദ്ധിക്കുന്നവരെ അറബി ആ അനൗൺസ്മെന്റ്. അപ്പൊ ഇർബിത്ത് എന്ന് പറഞ്ഞാൽ ഫാസൺ, ബന്ധിപ്പിക്കുക എന്നാണ് കേട്ടോ. ബന്ധിപ്പിക്കുക. ശരി. ഫാസൺ ദ സീറ്റ് ബെൽറ്റ്. റാബിത്ത കേട്ടിട്ടില്ല. ഹിജാമൽ മക്കാദ്. എന്താണ് റാബിത്ത? റാബിത്ത എന്ന് റാബിത്ത കേട്ടിട്ടില്ല. എന്ന് പറഞ്ഞാൽ ബന്ധപ്പെടുത്തൽ അല്ലെങ്കിൽ ഐക്യം, ഒരുമിച്ച് കൂടുന്നത് റാബിത്ത. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആ അർത്ഥമാണ് റാബിത്തയ്ക്കുള്ളത്. ഒരുമിച്ച് കൂടൽ എന്നാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞത്. കൂട്ടം ആണ് റാബിത്ത. ഇർബിത്ത് എന്ന് പറഞ്ഞാൽ ബന്ധിപ്പിക്കുക. ഇർബിത്ത് ബൈന കുല്ലി ജുമലത്തൈനി ഫീമാ യലി മുസ്തഅമിലൻ ലാക്കിൻ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം? ശേഷം വരുന്ന ഓരോന്നും പറയാനാണ് പറഞ്ഞത്. അത് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വഅലം അന്ന ലാക്കിന്ന മിൻ അഖവാത്തി ഇന്നയുടെ സൗകര്യപ്പെട്ടതാണ്, സൗകര്യമായിപ്പെട്ടതാണ് ലാക്കിന്ന എന്ന് ശ്രദ്ധിക്കണം എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് പറയേണ്ടത്. അബ്ദുല്ലാബ് കസീറുൻ ഉദാഹരണത്തിൽ പറഞ്ഞിട്ടുണ്ട്. അബ്ദുല്ലാബ് കസീറുൻ അൽ ഫസ്ൽ സഗീറുൻ. അബ്ദുല്ലാബ് കസീറുൻ ലാക്കിന്നൽ ഫസ്ലു സഗീർ. ലാക്കിന്നൽ ഫസ്ല സഗീർ. ഉദാഹരണം ഹാമിദുൻ മുജ്തഹിദുൻ സദീഖുഹു കസ്ലാൻ. അപ്പൊ ഹാമിദുൻ മുജ്തഹിദുൻ ലാക്കിന്ന സദീഖഹു കസ്ലാൻ. മുഹമ്മദുൻ തബീറുൻ ഹാമിദുൻ ഖസീറുൻ. മുഹമ്മദുൻ തവീലുൻ മുഹമ്മദുൻ തവീലുൻ ലാക്കിന്ന ഹാമിദുൻ കമീർ. ലാക്കിന്ന ഹാമിദൻ കസീർ. ഹാമിദൻ കസീറുൻ. ഹാമിദൻ. അപ്പൊ തൻവീൻ അമ്മ തൻവീൻ മാറി 10 തൻവീൻ വരുമ്പോ എന്ത് കൊടുക്കണം? അവിടെ 10 തൻവീൻ വരുമ്പോ ഒരു അലിഫോടെ കൊടുക്കണം. അലിഫ് ലാസ്റ്റ്. ഒരു അലിഫോടെ കൊടുക്കണം. ഓക്കെ. ആമിനത്തു മുജ്തഹിദത്തുൻ ഉഖ്തുഹാ കസ്ല. ഹാമിദൻ കസീറുൻ. ഹാമിദൻ ലാക്കിൻ ഹാമിദൻ കസീറുൻ. അവിടെ മേലെ സദീഖഹു കസ്ലാനു, അവിടെ കസ്ലാൻ എന്നുള്ള കറക്റ്റ് ഫോമല്ലേ? അതെ. ഞാൻ എങ്ങനെ വരും? അവിടെ കസ്ലാനുൻ എന്നതിന് പകരം കസ്ലാന എന്നല്ലേ? എന്ന് പറയുന്ന വിഷയമേ ഇല്ല. കസ്ലാനു എന്താണ്? ആനൂര് അവസാനിക്കുന്ന നാമങ്ങളെല്ലാം ഓരോ ലമ്മയുണ്ട്. നമ്മൾ മുമ്പ് പറഞ്ഞു. ഇപ്പൊ കസ്ലാൻ ആണെങ്കിൽ ആ ലമ്മിന്റെ കാര്യമൊക്കെ മറന്നു പോകും. കസ്ലാൻ അല്ലെങ്കിൽ ഒരു ലമ്മിന്റെ കാര്യം മറക്കരുത്. ഒരു ലമ്മേ ഉള്ളൂ കസ്ലാനു. ഓക്കെ. പിന്നെന്താണ് വിഷയം? പിന്നുള്ള വിഷയം എന്താ? സഗീറിന് 2 ലമ്മുണ്ട്. ലാക്കിന്നയുടെ ഫസ്ല സഗീറുൻ. അവിടെ 2 ലമ്മ് കൊടുക്കും. ഇവിടെ സദീഖുഹു കസ്ലാനു, ലാക്കിന്ന സദീഖഹു കസ്ലാനു. അവിടെ ഒരു ലമ്മേ ഉള്ളൂ, ഇപ്പുറത്തും ഒരു ലമ്മേ ഉള്ളൂ. പുസ്തകത്തിൽ 2 ലമ്മുണ്ട്. പുസ്തകത്തിൽ നമ്മള് ചിലപ്പോ 2 ലമ്മിട്ടത് കസ്ലാന്മാരായിരിക്കും. 2 ലമ്മിട്ടിട്ടുണ്ടോ? അതിന് സാധ്യത വളരെ. സഗീർ പോലെ കസ്ലാനുണ്ട്.
കസ്ലാൻ രണ്ട് ആണ്ട് നമ്മൾ അപ്പൊ കസ്ലാനും മിസ്റ്റേക്ക് വന്ന മിസ്റ്റേക്ക് ആയിരിക്കും ഇവിടെ നമ്മൾ ക്യാൻസൽ ചെയ്ത് കളയും. അപ്പൊ അതുകൊണ്ടായിരിക്കും ആരെ ചോദിച്ചത്, റഷീദ് സാഹിബായി ചോദിച്ചത്. അല്ല, റഷീദ് സാഹിബാണോ ചോദിച്ചത്? വേറെ റഷീദ് അല്ല, TS റഷീദ് സാഹിബ്. ഇതിനാണ് ചോദിച്ചത്. ആരെ? റഷീദ് സാഹിബാണ് ചോദിച്ചത്. കസ്ലാൻ രണ്ട് തമ്മിൽ. അപ്പൊ അദ്ദേഹം പുസ്തകം നോക്കിയിട്ടായിരിക്കും. ഓക്കെ, പുസ്തകം അപ്പൊ കിട്ടിയിട്ടില്ലല്ലോ. എന്തേ അല്ല, ഇത് പിന്നെ ടെക്സ്റ്റ് ബുക്ക് കിട്ടിയിട്ടില്ലല്ലോ പുതിയത്. പൈസ അടച്ചോ? എന്നോ അടച്ചിട്ടുണ്ട്, കുറെ മുമ്പ് അടച്ചതാ. കിട്ടിയില്ല എന്നവരൊന്നും പറയണ്ടേ? ഞാൻ ആർക്കും കിട്ടിയിട്ടുണ്ടാവില്ല വിചാരിച്ചു. ഇപ്പൊ ആർക്കാ കിട്ടാത്തത്? കണ്ടത് ആർക്കാ കിട്ടാത്തത്? ഫാത്തിമ നാലകത്ത്. ഫാത്തിമയെ കിട്ടിയില്ല. ഫസ്റ്റില് പൈസ ഒക്കെ ഫസ്റ്റിൽ അടച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളെപ്പോലെ ഫാത്തിമയാണ് ഇതെല്ലാം മാനേജ് ചെയ്യുന്നത്. ഫാത്തിമക്ക് ഒരു മെസ്സേജ് ചെയ്തു 563 കേട്ടോ, 9995179563 ഓഫീസ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് ഇട്ടേക്ക്. അപ്പൊ ഞാനും നോക്കാം എന്റെ ഭാഗത്തുനിന്ന്. ഫാത്തിമയാണ് അത് മാനേജ് ചെയ്യേണ്ടത്. ഈ ഫാത്തിമ അല്ല, വേറൊരു ഫാത്തിമ, നമ്മളെ ഓഫീസിലിരിക്കുന്ന ഒരു ഫാത്തിമ ഉണ്ട്. ഞാനിതിപ്പോ അങ്ങനെ കുറെ ദിവസമായി ഇങ്ങനെ ഇപ്പൊ എല്ലാവർക്കും കിട്ടിയിട്ടില്ല വിചാരിച്ചിട്ട്, ആരും കിട്ടിയ വർത്താനൊന്നും പറയുന്നിട്ടില്ല. അപ്പൊ പിന്നെ കിട്ടിയിട്ടുണ്ടാവില്ല വിചാരിച്ചു. എനിക്ക് കിട്ടിയിരിക്കണം. കിട്ടാത്തത് ആർക്കാണെന്നാണ് പറയേണ്ടത്. കിട്ടി. കിട്ടാത്തത് ആർക്കാണെന്നാണ് പറയേണ്ടത്. റഷീദ് സാഹിബ് എനിക്ക് തോന്നുന്നു നേരത്തെ പൈസ അടച്ചാണ്. ഓക്കെ, ഇനി ആർക്കാ കിട്ടാത്തത്? ഞാൻ ലേറ്റ് ആയിട്ടാണ് പൈസ അയച്ചത്. കിട്ടിയോ നിങ്ങൾക്ക്? സുഹറാവിക്ക് ഇല്ല, കിട്ടിയിട്ടില്ല. ഇല്ല. ഞാൻ തുടക്കത്തിൽ പൈസ അയച്ചിട്ടുണ്ട്. ഇത് പറഞ്ഞപ്പോ തന്നെ പൈസ അയച്ചിട്ടുണ്ട്. നാളെ അയക്കുന്ന മെസ്സേജ് കണ്ടിരിക്കുന്നത്. നാളെ അയക്കും എന്ന് മെസ്സേജ് കിട്ടിയോ? അതോ അയച്ചു എന്ന് മെസ്സേജ് കിട്ടിയില്ല? അതെ, ഇല്ല, നാളെ അയക്കും എന്ന് മെസ്സേജ് ഉണ്ട്. ഞാൻ അഡ്രസ്സ് മാറ്റാൻ വേണ്ടിട്ട്. നാലകത്ത് ഫാത്തിമാക്കും എന്തെങ്കിലും മെസ്സേജ് കിട്ടിയോ? അയച്ചു എന്ന് പറഞ്ഞ മെസ്സേജ് കിട്ടിയോ? ഇല്ലല്ല. ഇനി വേറെ ആർക്കാ കിട്ടാത്തത്? അഡ്രസ് അഡ്രസ് 140 ബുക്ക് ബെസ്റ്റ് ബുക്ക് കേട്ടോ. നോട്ട്ബുക്ക്. നൂറ്റിയാപ്പ അല്ല, ഞാൻ നിങ്ങൾ ആദ്യം പറഞ്ഞപ്പോ 150 എന്ന് പറഞ്ഞു വരാം. പിന്നെയും പൈസ കൂടിയായിരുന്നു. ഞാൻ നിങ്ങൾക്കൊന്നും പറഞ്ഞില്ലെന്നേ ഉള്ളൂ. എനിവേ, അപ്പൊ പുസ്തകം കിട്ടാത്തവരൊക്കെ പറഞ്ഞോളൂ കേട്ടോ. ഇപ്പൊ രണ്ടുപേരെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. നാലകത്ത് ഫാത്തിമയും പിന്നെ സുഹ്റ VK സുഹ്റയാണെന്ന് ഞാൻ ഡോക്ടറെ ഏൽപ്പിച്ചാൽ മതിയോ? ഡോക്ടറിന്റെ പേര് മറന്നുപോയല്ലോ. മുഖലിസ പിന്നെ ശനിയാഴ്ച. ഏത് സുഹറയിലെടുക്ക് പോവാ. അപ്പൊ എന്റെ ബുക്ക് കൊടുക്കാം, അത് ഞാൻ വാങ്ങിക്കും. അല്ല, ഞാൻ പോസ്റ്റ് ചെയ്യണമെങ്കിൽ നാളെ പോസ്റ്റ് ചെയ്യാം. വേണ്ട, കൊടുത്താൽ മതി. ഓക്കെ, ഡോക്ടറെ ഇടയ്ക്കിടയ്ക്ക് കാണുന്നില്ല കേട്ടോ. നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കണം. ഡോക്ടർ എല്ലാ ക്ലാസ്സും അറ്റൻഡ് ചെയ്യണം. ഹോസ്പിറ്റലിൽ ഇറങ്ങാൻ വൈകുന്നതാണ്. പക്ഷെ വിട്ടുപോയാൽ പിന്നീട് വിട്ടുപോകാൻ എളുപ്പമാണ്. പിന്നെ രണ്ടാമത് ചേരാൻ വളരെ പ്രയാസമാണ്. ഓക്കെ, നമുക്ക് തൽക്കാലം ഇവിടെ നിർത്താം കേട്ടോ. ബാക്കി ഇപ്പൊ ഈ ഭാഗം പോലെ നമുക്ക് അടുത്ത പ്രാവശ്യം വായിക്കാം. 9:30 നിർത്തേണ്ടതായിരുന്നു. ചെറിയ തുടങ്ങാൻ ലേറ്റ് ആയതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ നീട്ടിന്ന് മാത്രമാണ്. അപ്പോ ഇതിന്റെ എക്സസൈസ് എല്ലാം വന്നാൽ എഴുതാൻ കേട്ടോ. നമ്മൾ പാഠം പഠിച്ചു കഴിഞ്ഞുകൊണ്ട് ഇതിന്റെ ഈ ലാക്കിന്നയുടെയൊക്കെ എക്സസൈസ് വന്നാൽ എഴുതുക. പിന്നെ അടുത്ത് ഒരു ഡൗട്ട് ഉണ്ട് സാറേ. പറയും. കഴിഞ്ഞ ക്ലാസ്സിൽ എക്സസൈസ് തമരീൻ 4 ഈ ലേസ് എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടത് ശരിക്കും? 4-ലോ? ലേസ എവിടെയാണ്? പേജ് നമ്പർ പറയും. ബുക്കിന്റെ പേജ് നമ്പർ പറയും. പേജ് നമ്പർ 15.
പേജ് നമ്പർ 15. ഹംസത്തഷറ പേജ് നമ്പർ 15 എക്സസൈസ് നമ്പർ ഫോർ എവിടെ? അർബ അർബ എക്സസൈസ് നമ്പർ 4. എക്സസൈസ് നമ്പർ 4 അർബ പേജ് 15. ഓക്കെ. ദഖലു അദഖൽ ലൈസ ലൈസ അലൽ ജുമലിൽ ആത്തിയ. അപ്പം ആ അവിടെ എന്താ പ്രശ്നം? അത് അൽബാബു കഴിഞ്ഞ ക്ലാസ്സിൽ ഉസ്താദ് ലൈസ അൽബാബു മൂലക്കെന്നും പറഞ്ഞ് പിന്നീട് അൽബാബു ലൈസ മൂലക്കെന്നും പറഞ്ഞ അപ്പൊ കൺഫ്യൂഷനായി. അൽ ബാബു ലൈസ ബി ലൈസ് മുഗലക്കൻ. ബി മൂലക്കിൻ വന്നുണ്ട്. ലൈസ ബി മുഗലക്കൻ അങ്ങനെയാണ് പറയുന്നത്. ആ കാരണം നമ്മൾ പറഞ്ഞത് തഅമ്മൽ മായരി അതെന്താ പറഞ്ഞില്ലേ? തഅമ്മൽ മായരി ഹാമിദുൻ അതെന്താ താലിബൻ. അവിടുത്തെ നിയമം? ലൈസ ബി അലൈസ അല്ലാഹു ബി അഹ്കമിൽ അല്ല ഹക്കീം എന്നൊക്കെ പറഞ്ഞില്ലേ? അങ്ങനെയാണ് അതിന്റെ അതെ ഘടന വരേണ്ടത്. അവിടെ കാരണം നമ്മള് ലൈസ കൂടെ ബി സെന്റൻസിന്റെ ആഡ് ആവും. ലൈസ വരണം. അപ്പൊ ബിയുടെ തൊട്ട് പിന്നിലാണോ ലൈസ വെക്കട്ടെ എപ്പോഴും? അതെ. അത് ലൈസ ശരി. ലൈസ ബി താലിബിൻ ഹാമിദുൻ താലിബൻ ഓ ഹാമിദുൻ ലൈസ ബി താലിബിൻ അബ്ദുല്ലാബ് സിഗാറിൻ അബ്ദുല്ലാബു ലൈസു ബി സിഗാർ. മാവു എപ്പോഴും ലൈസ അങ്ങനെ ബി വരുമോ? ബാരി. ചിലപ്പോ സെന്റൻസിന്റെ ഇടക്കൊക്കെ വെച്ച് ബി വരൂലേ? സെന്റൻസിന് ഇടയ്ക്ക് വരും. അപ്പൊ എന്തെങ്കിലും കാരണങ്ങളാൽ അല്ലെങ്കിൽ ലൈസയുമായി നേരത്തെ പറഞ്ഞ ലൈസയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു വിശേഷം കാരണം അവിടെ വന്നാൽ ആ വാക്ക് ഇടയിൽ കയറി വരും. അതായത് ഖബറിന്റെ പിന്നിലാണോ ലൈസ വരേണ്ടത്? ബിക്ക് ശേഷം ബിക്ക് മുമ്പ് ഖബറിന്റെ ലസ്തും പിന്നില് ബിക്ക് മുമ്പാണോ ലൈസ വരേണ്ടത്? ലൈസ പ്ലസ് ബി പ്ലസ് ഖബർ അതാണോ? അല്ല, ഇപ്പൊ നമ്മള് ലൈസ ബി താലിബിൻ ഹാമിദുൻ ലൈസ ബി താലിബിൻ ലൈസ ബി താലിബിൻ ഖബറിന്റെ മുമ്പിലാണ് വരേണ്ടത്. ഇവിടെ എന്താ ലൈസയുടെ ഖബറിന്റെ കൂടെ മുമ്പില് ബി. ലൈസയുടെ കൂടെ ഹുവയുണ്ട്. ഹുവയാണ് അതിന്റെ ലൈസയുടെ ലൈസയുടെ ഇസ്മ്. ലൈസ അവനല്ല ബി താലിബിൻ. ലൈസ ബി താലിബിൻ ആ ഹുവ ഹാമിദിലേക്ക് പോകുന്നതാണ്. ഹാമിദിൻ ലൈസ ബി താലിബിൻ. ഓക്കെ ഇൻഷാല്ലാ. അപ്പോ അറബി ഭാഷ നന്നായി പഠിക്കാനും അത് മുഖേന അറബിയിലൂടെ അറബി പ്രവിശാലമായി കിടക്കുന്ന വിജ്ഞാന ശേഖരങ്ങളിലേക്ക് കടന്നു ചെല്ലാനും അതേപോലെ പ്രത്യേകിച്ച് ഇസ്ലാമിക വിജ്ഞാനങ്ങളെ കരസ്ഥമാക്കാനും അതിന് സവിശേഷമായി പറഞ്ഞാൽ ഖുർആൻ ആഴത്തിൽ മനസ്സിലാക്കാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. പ്രയാസം അനുഭവിക്കുന്ന എല്ലാവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അത് ഒരു ദിവസവും മറക്കാൻ പാടില്ല. പ്രത്യേകിച്ച് നമ്മുടെ സഹോദരന്മാർ, കുട്ടികൾ, സഹോദരിമാർ, കുഞ്ഞുങ്ങൾ, നമ്മുടെ അനുജന്മാർ, അനുജത്തിമാർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ പറയാൻ പറ്റാത്ത വിധം, പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് എല്ലാപ്പോഴും പറയും. അങ്ങനെയല്ല, പറയാൻ പറ്റാത്ത വിധം മോശമാണ്. അപ്പൊ അവർക്ക് വേണ്ടി എപ്പോഴും എല്ലാ നമസ്കാരങ്ങളിലും നമ്മൾ പ്രാർത്ഥിക്കുക. നമസ്കാരത്തിന്റെ ദുബറിൽ പ്രാർത്ഥിക്കണം, നമസ്കാരത്തിന്റെ അവസാനം പ്രാർത്ഥിക്കണമെന്ന് പറയും പ്രാർത്ഥനകൾ പറയുന്നിടത്ത്. അത് മുബർലിമ കദ്ദം എന്നൊക്കെ പറയുമല്ലോ. അപ്പൊ ആ ഭാഗത്ത് മാറ്റി മാറ്റി എപ്പോഴും പ്രാർത്ഥിക്കാം, പല പ്രാർത്ഥനകൾ ചേർക്കാം. എന്തായിരുന്നാലും ഒരു ദിവസവും അവർക്ക് വേണ്ടി ഒരു നേരവും പ്രാർത്ഥിക്കാതെ പോകരുത്. അതേപോലെ തന്നെ ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ ഭൂകമ്പം ഉണ്ടായി. അവിടെയും അനവധി പേർ മരണപ്പെട്ടു. മരണസംഖ്യ 1000 കവിഞ്ഞിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. രാവിലെ കേൾക്കുമ്പോൾ 800 എത്രയാണോ പറഞ്ഞു. എന്തായിരുന്നാലും അവശത അനുഭവിക്കുന്ന എല്ലാവരുടെയും പ്രയാസം അള്ളാഹ് മാറ്റി കൊടുക്കട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه محمد وعلى آله وصحبه أجمعين.
വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. بالعلم سبحانك അസ്സലാമു അലൈക്കും اللهم وبحمدك വറഹ്മത്തുള്ളാഹി أشهد أن لا إله إلا أنت أستغفرك